ഹായ്, തൻവീറാണ്. ഇനി അടുത്ത 2 മാസം കഴിഞ്ഞാല് ശക്തമായ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളെ വീട് സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിന് പ്രധാന ഘടകം വാട്ടർ പ്രൂഫിംഗ് ആണ്. നമുക്കറിയാം, നമ്മളെ വീടിന്റെ ഗുണനിലവാരം പഴയ വീടിനേക്കാൾ എത്രയും വേഗത്തിലാണ് ഈ ലീക്കേജ് ഇഷ്യൂസ് ഒക്കെ പുതിയ വീട്ടിലാണ് കണ്ടുവരുന്നത്. അതിന് മെയിനായിട്ട് വരുന്ന വിഷയം നമ്മളുടെ കൺസ്ട്രക്ഷനിൽ വരുന്ന അപാകതകളാണ്. അതിന്റെ മെറ്റീരിയലിന്റെ ഗുണനിലവാരം ഇല്ലായ്മയൊക്കെയാണ് പെട്ടെന്നുള്ള ലീക്കേജ്, ചോർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മേൽക്കൂര ഭദ്രമാക്കി വെക്കാൻ വാട്ടർ പ്രൂഫ് അത് ഒരു പരിധി വരെ ഈ ചോർച്ച തടയാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇപ്പം വേനൽക്കാലമാണ്, നമ്മളെ റൂഫിലൊക്കെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഫംഗസ് ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ സമയത്ത് നിങ്ങൾ വാട്ടർ പ്രൂഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടൈം വരെ ഈ വാട്ടർ പ്രൂഫ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചോർച്ച ഒഴിവാക്കാൻ പറ്റും. ഇത് നമ്മളുടെ വീടിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വീട് സുരക്ഷിതമായിട്ട് ചോർച്ച ഇല്ലാതെ കൊണ്ടുപോകാനും പറ്റും. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വാട്ടർ പ്രൂഫിങ്. പലരും 2500-3000 സ്ക്വയർ ഫീറ്റ് വീടെടുക്കുകയെങ്കിൽ പോലും ആരും വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് കാണാറില്ല. ശരിക്കും വീട് വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വാട്ടർ പ്രൂഫിങ് മസ്റ്റായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ വീടിന്റെ സ്റ്റെബിലിറ്റിയെ, അതിന്റെ ഗുണനിലവാരത്തെ തീർച്ചയായിട്ടും തകർക്കും. അതുകൊണ്ട് വാട്ടർ പ്രൂഫിങ് നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.